അപ്പോൾ നമുക്കിനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകാം. അതാണെങ്കിൽ അത് അത്ര സുഖകരമായ വാർത്തയല്ല, വല്ലാതെ വേദനിപ്പിക്കുന്ന വാർത്തയാണ്, ആശങ്കപ്പെടുത്തുന്ന വാർത്തയാണ്. പത്തനംതിട്ടയിൽ നിന്ന് വന്നതാണ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ 60-ലേറെ പേർ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന കേസിൽ കൂടുതൽ പ്രതികളുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തിയേക്കും. കേസിൽ ഇതുവരെ 5 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേസിൽ 64 പേരുടെ വിവരങ്ങൾ പെൺകുട്ടി വെളിപ്പെടുത്തിയെന്ന് CWC ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് രാജീവ് 24നോട് പറഞ്ഞു. കുട്ടിക്ക് പേരുകളെ പറ്റി കുറേ ധാരണയുണ്ട്, പക്ഷെ അവരുടെ അഡ്രസ്സിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ വേറെ ബോട്ട്സ് കിട്ടാവുന്ന കാര്യത്തിൽ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. നിർഭയ ഹോമിൻ്റെ ഭാഗമായിട്ടുള്ള സൈക്കോളജിസ്റ്റ് കുട്ടിയോട് 3-4 ദിവസം എടുത്ത് റപ്പ് ബിൽഡ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു റിപ്പോർട്ടിലൂടെയാണ് ഈ മുഴുവൻ പേരുടെയും പേര് വിവരങ്ങൾ വരുന്നത്. 62ഓളം പേരുടെ പേര് വന്നു. അവർ ഓരോരുത്തരെയും എവിടെ വെച്ച് എങ്ങനെ എന്നുള്ള നിലയ്ക്കുള്ള അബ്യൂസിൻ്റെ ദുരുപയോഗത്തിൻ്റെ വസ്തുത പുറത്തു വരുന്നത്. അച്ഛൻ്റെ ഫോണിലേക്കുണ്ടായ മറ്റ് ചില ഇടപെടലുകളാണ് കുട്ടിക്ക് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത്. അപ്പം ആ ഫോൺ ഉപയോഗിച്ചാണ് മറ്റ് ഈ ദുരുപയോഗം ചെയ്ത അല്ലെങ്കിൽ ആരോപണ വിധേയരായവർ കുട്ടിയായിട്ട് ഇൻട്രാക്ട് ചെയ്തിരുന്നത്. ആ ഫോണിൽ കുട്ടി കണ്ടെത്തി കൊടുത്തതാണ് ഏതാണ്ട് 40ഓളം പേരുടെ ഫോൺ നമ്പറുകൾ. സ്കൂൾ ടൈമിലാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം അതിൻ്റെ പരിശീലന പരിപാടിയും മറ്റുമൊക്കെ ആയിട്ട് പോയ ക്യാമ്പുകളിൽ ഒക്കെ ആയിട്ട് ആണ് ഉണ്ടായിരിക്കുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീജിത്ത്, ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇന്നലെ പുറത്തു വന്നത്. 60-ലധികം പേർ, അതായത് 64 പേർ പീഡിപ്പിച്ചു എന്നുള്ളതാണ്. ഇവരുടെയൊക്കെ പേര് വിവരങ്ങൾ കുട്ടിക്ക് അറിയാമെന്നുള്ളതും അതിൽ ഏറെ ദുരൂഹത വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. കാരണം ഈ ഇത്രയും പേരുകൾ കുട്ടിക്ക് അറിയാമെങ്കിൽ ആ കുട്ടിക്ക് അറിയുന്ന ആളുകൾ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നതും എന്നുള്ളതാണല്ലോ. അപ്പോൾ ഇതിൽ എത്ര പേർ നിലവിൽ പിടിയിലായിട്ടുണ്ട്? ഏതൊക്കെ സ്റ്റേഷനുകളിലാണ് നിലവിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? പ്രവിത, സ്മിത, ഇക്കാര്യത്തെക്കുറിച്ച് ഇന്നലെ ഈ വാർത്ത നമ്മൾ പുറത്തുവിടുന്ന സമയത്ത് തന്നെ വലിയ അവ്യക്തത, വലിയ ദുരൂഹത നിലനിന്നിരുന്നു. ആ ദുരൂഹതയുടെ ചുരുളാണ് ഓരോന്നോരോന്നായി അഴിയുന്നത്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ ഒരു മഹിളാ സമഖ്യ എന്ന ഒരു സംഘടന, മഹിളാ സമഖ്യ എന്നൊരു സംഘടനയാണ്, ഇത്തരത്തിലൊരു സന്നദ്ധ സംഘടനയാണ്. അവർ ഈ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇടയിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അവരാണ് ഒരു ഗൃഹസന്ദർശനം നടത്തിയത്. അവരോടാണ് ഈ കുട്ടി കുറേ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. അത് കുട്ടി അങ്ങോട്ട് വന്ന് കാര്യങ്ങൾ തുറന്നു പറയുകയായിരുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. അങ്ങനെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ സമയത്ത് അവരാണ് ഈ പെൺകുട്ടിയെയും അമ്മയെയും കൂട്ടി മഹിളാ CWCയുടെ പക്കലേക്ക് എത്തിക്കുന്നത്. എന്തായാലും CWCയിൽ എത്തിയ ഉടൻ തന്നെ കുട്ടി കുറേ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. അതിലാണ് ഈ 40ഓളം കോൺടാക്റ്റുകൾ അച്ഛൻ്റെ ഫോണിലാണ് ഉള്ളത് എന്ന നിർണായകമായ വിവരം CWCക്ക് ലഭിക്കുന്നത്. അങ്ങനെ ഓരോ ഫോൺ കോളുകളും എടുത്ത് പരിശോധിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പെട്ടെന്ന് തന്നെ കേസ് CWC ചെയർമാൻ അഡ്വക്കേറ്റ് N രാജീവ്, അല്പസമയം മുൻപ് അദ്ദേഹമാണ് നമ്മോട് സംസാരിച്ചത്. രാജീവ് കേസ് പത്തനംതിട്ട പോലീസിലെ SP-ക്ക് കൈമാറുന്നു. SP ആണ് ഈ വിഷയത്തിൽ കൃത്യമായൊരു നിലപാടെടുക്കുന്നത്. അങ്ങനെ ഈ പെൺകുട്ടിയുടെ അച്ഛൻ്റെ ഫോൺ പിടിച്ചെടുത്തു. ഈ അച്ഛൻ്റെ ഫോൺ പിടിച്ചെടുത്തതിൽ അതിൽ നിന്ന് ലഭിച്ച ചില ഫോൺ നമ്പറുകളുടെ അടിസ്ഥാനത്തിലുള്ള പരിശോധനയാണ്. അപ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത്. പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ മാത്രം ഏതാണ്ട് 13 പ്രതികളുണ്ട്. അത് ജനറൽ ആശുപത്രിയുടെ പരിസരത്ത് വെച്ച് ഇത്തരത്തിൽ സംഘം ചേർന്ന് പീഡിപ്പിച്ചു. അതുപോലെ പത്തനംതിട്ട ചുട്ടിപ്പാറ മലയുടെ മുകളിൽ സംഘം ചേർന്ന് പീഡിപ്പിച്ചു എന്നതടക്കമുള്ള ഗുരുതരമായ കുറ്റകൃത്യം നടന്നിട്ടുണ്ട്. അത് 3 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് പെൺകുട്ടിക്ക് ഇപ്പോൾ 18 വയസ്സുണ്ട്. 3 വർഷങ്ങൾക്ക് മുൻപാണ് ഇത്തരത്തിൽ ഈ പീഡനങ്ങൾ പൂർണ്ണമായി നടന്നിട്ടുള്ളത്. അത് ഇതിനു മുൻപും ഉണ്ടായിരിക്കാമെന്ന് സംശയിക്കുന്നുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടി തന്നെയാണ് ഇക്കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞത്. പല ഘട്ടങ്ങളിൽ പെൺകുട്ടി ഒരു അത്ലറ്റ് കൂടിയാണ്. സ്വാഭാവികമായി അത്തരത്തിൽ പരിശീലനത്തിന് പോകുന്ന സമയത്തടക്കം ഇത്തരത്തിൽ പീഡനങ്ങൾ നേരിട്ടിട്ടുണ്ട്. ഇത് കൂടാതെ പരിശീലകരും ഈ പീഡനത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്, അല്ലെങ്കിൽ പീഡിപ്പിച്ചിട്ടുണ്ട്. അത് വിവിധ തരത്തിലെന്ന തരത്തിലുള്ള മൊഴി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രവിധ സൂചിപ്പിച്ച ആദ്യ കാര്യം, റാന്നി, കോന്നി അടക്കം പത്തനംതിട്ട അടക്കമുള്ള മുഴുവൻ മേഖലകളിലും കേസുണ്ട്. കൂടാതെ തിരുവനന്തപുരം ജില്ലയിൽ ഒരു പോലീസ് സ്റ്റേഷനിലും സമാനമായ രീതിയിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ വിവരങ്ങളുമായി ചേർന്നത്. കൂടുതൽ പേരുടെ അറസ്റ്റ് ഇന്നുണ്ടാകും എന്നുള്ള വിവരമാണ് ഇപ്പോൾ ശ്രീജിത്ത് നൽകിയത്.